ഇത് മാമ്പഴക്കാലം. നാടകം മാങ്ങകൾ നിറയുന്ന കാലം. പല ഇനം മാങ്ങകളുണ്ടെങ്കിലും നാടനാണ് ജനപ്രിയം. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. എന്നാൽ മാങ്ങയുടെ കാര്യത്തിൽ ഭൂരിപക്ഷ ജനപിന്തുണ എപ്പോഴും ഒറ്റ ഒരാൾക്കേ ഉള്ളൂ. അത് നാടൻ മാങ്ങകൾക്ക് മാത്രം. വേനൽക്കാലം ആരംഭിച്ചതോടെ നാട്ടിൻപുറങ്ങൾ മുഴുവൻ മാമ്പഴം കൊണ്ട് നിറയുന്നു. വിപണികളിൽ നാടൻ മാങ്ങയ്ക്ക് തന്നെയാണ് ആവശ്യക്കാർ ഏറെ. തേൻമധുരമുള്ളതും മഞ്ഞയണിഞ്ഞ് പാകപ്പെട്ടതുമായ മാങ്ങയെപ്പോലെ തന്നെ കറിക്കൂട്ടിലേക്കുള്ള പുളിയുള്ള പച്ചമാങ്ങയ്ക്കും ഡിമാൻഡ് ഏറെയാണ്. രാസവളങ്ങൾ ഇല്ലാതെ തന്നെ വളരുന്ന നാടൻ മാങ്ങകൾ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് വിശ്വാസം. ഇത് തന്നെയാണ് ഈ നാടൻ മാങ്ങയ്ക്ക് ഇത്ര ഡിമാൻഡ് ഉണ്ടാകാനും കാരണം. പച്ചമാങ്ങ പറിച്ച് ഉപ്പും മുളകും പൊടിയും ചേർത്ത് കഴിക്കുന്നത് മുതൽ മാംഗോ ജ്യൂസ്, മാങ്ങാക്കറി, മാങ്ങാ അച്ചാർ, മാങ്ങാ പുളിശ്ശേരി തുടങ്ങി മാംഗോ കേക്ക്, മാംഗോ ഡെസർട്ട് വരെ ഉണ്ടാക്കാവും എന്നതാണ് മാങ്ങയുടെ വിശേഷം. ഹോൾസെയിലായും റീറ്റെയിലായും നാടൻ മാങ്ങ വിൽപ്പനയിലൂടെ ശ്രദ്ധ നേടിയ വ്യാപാരി ഇക്കാര്യം അംഗീകരിക്കുന്നു. ദിവസേന വിവിധതരം മാങ്ങകൾ എത്തിച്ച് ഇവിടെ വിൽപ്പന നടത്തുന്നെങ്കിലും നാടൻ മാങ്ങയ്ക്കാണ് കൂടുതൽ പ്രിയം. സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള കർഷകരിൽ നിന്നും വീടുകളിൽ നിന്നുമൊക്കെ എത്തിക്കുന്ന മാങ്ങകൾ ഇവിടെയുണ്ട്. കുട്ടനാട് ഭാഗത്തു നിന്നാണ് ഇപ്പോൾ കൂടുതലായും നാടൻ മാങ്ങ എത്തുന്നത്. നാടൻ മാങ്ങ, മൂവാണ്ടൻ മാങ്ങ, കിളിച്ചുണ്ടൻ മാങ്ങ, തേൻമാങ്ങ, വട്ടമാങ്ങ, ചുണ്ടൻ മാങ്ങ എന്നിങ്ങനെ പോന്നു തനത് നിര. ഡിമാൻഡ് ഏറെ ഉണ്ടെങ്കിലും വ്യാപാരം പൊതുവെ മോശമാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. തവണത്തെ വ്യാപാരത്തിന് തുടക്കം കണ്ണിമാങ്ങയില തുടങ്ങുന്നത് സാധാരണ എല്ലാ വർഷവും. ഈ വർഷം കണ്ണിമാങ്ങ തീരെയില്ല. കമ്പനിക്കാർ കണ്ണിമാങ്ങ വേണ്ടായിരുന്നു. അതുകൊണ്ട് വ്യാപാരികൾക്കെല്ലാം വലിയ തകരാറാണ്. ഇപ്പോഴത് കഴിഞ്ഞ് പിന്നൊരു പണിയാവുകയും പഴമാങ്ങ തുടങ്ങുകയും പഴമാങ്ങയുടെ വില തീരെ താഴെ പോവുകയും ചെയ്തു. ഏതാണ്ട് ഇനി കൂടി വന്നാൽ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം. അതുകൊണ്ട് പഴമാങ്ങയുടെ പണി തീരുകയും പിന്നെ വീണ്ടും പച്ചമാങ്ങ ഉണ്ടാകുകയും ചെയ്യുന്ന ആ ഒരു കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്നത്. വ്യാപാരികൾക്കെല്ലാം വലിയ തകരാറുള്ളൊരു വർഷമാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്. ഈ വർഷം മാങ്ങ എല്ലാ ഐറ്റവും ഉണ്ട്. പേരയ്ക്ക മാങ്ങ ഉണ്ട്, ബ്രീയുണ്ട്, പേരയ്ക്ക മാങ്ങ ഉണ്ട്, കുളച്ചിറ മാങ്ങ ഉണ്ട്, സപ്പോർട്ടുണ്ട്, കുന്നൂരമുണ്ട്, ചെങ്കലുണ്ട്, മോണ്ടനുണ്ട്, തമ്പോരുണ്ട്, കിളിയുണ്ട്, മുതലയുണ്ട്, വെള്ളരിയുണ്ട്. ഇങ്ങനെ ഒരുപാട് ഐറ്റം മാങ്ങകളുണ്ട്. വ്യാപാരം വളരെ വളരെ മോശമാണ് ഈ വർഷം. ഒന്നാമത് കാലാവർഷം ഇപ്പോഴാണ് പുതിയ മഴ തുടങ്ങി. ഇനി അങ്ങോട്ടുള്ള മാങ്ങയ്ക്ക് മധുരം കാണും. വേനലിലെ മഴ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെയാണ് ഈ വർഷത്തെ കാലാവസ്ഥ. മാങ്ങയുടെ തുടക്കത്തിലുള്ള വില 40 രൂപ 50 രൂപ തുടക്കം സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പോഴാ പഴമാങ്ങയുടെ വില 30 രൂപ 25 രൂപ 35 രൂപയ്ക്ക് വിലയായി മാങ്ങയുടെ വില. വ്യാപാരികൾക്ക് വളരെ വളരെ മോശമുള്ളൊരു വർഷം 2026 തുടക്കത്തിൽ തന്നെ. കൂടുതൽ വരുന്നത് മോണ്ടൻ മാങ്ങൻ തമ്പൂരുമാങ്ങാണല്ലോ ഇവിടെ വരുന്നത്. നമ്മുടെ ഇപ്പോഴീ നാട്ടിൽ കൂടുതലായിട്ടുണ്ടാകുന്ന മോണ്ടൻ തമ്പൂരുള്ളൂ. പോളത്തിറമാങ്ങ 90% പോളത്തിറമാങ്ങൻ തീർന്നു. പ്രിയൂര് മാങ്ങൻ തീർന്നു. ഇനിയിപ്പോൾ പ്രിയൂര് മാങ്ങയ്ക്ക് പുഴുവാകുകയും ചെയ്യും താഴായി കഴിഞ്ഞാൽ. പിന്നെ സപ്പോർട്ട മാങ്ങ ഉണ്ട്. അതൊരു പരുവായി സപ്പോർട്ട മാങ്ങയൊക്കെ. അതിന് 40 രൂപയ്ക്ക് വിലയുണ്ട് സപ്പോർട്ടായി. മോണ്ടൻ മാങ്ങ 25 രൂപ 30 രൂപയ്ക്ക് വില. തമ്പൂര് മാങ്ങ 30 രൂപ വില. സപ്പോർട്ട മാങ്ങ 40 രൂപ വില. ഇതൊക്കെയാണ് ഇപ്പം വ്യാപാരികൾക്ക് ഇരുന്ന് വിലയെന്ന് പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മധുര ഇപ്പോൾ എല്ലാത്ത മരമായി. മധുര ഏതാണ്ട് നല്ല ഇനം പോളത്തിറ മാങ്ങ, പ്രിയൂര് മാങ്ങ, സപ്പോർട്ട അതിനൊക്കെ മധുരമുള്ള മാങ്ങായി. പിന്നെ ഈ മോണ്ടമായ്ക്കും തമ്പൂരുമായ്ക്കും മധുരമായിപ്പോഴും. ഇപ്പോഴത്തെ ഇപ്പം ഈ മഴയായതുകൊണ്ട് എല്ലാ മായ്ക്കും മധുരങ്ങളായി. പ്രിയൂരുമായ്ക്കും മധുരമാണ്. നമ്മുടെ നാട്ടിൽ ഡിമാൻഡുള്ള പോളത്തിറയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ട് വിൽക്കുന്നത്. പോളത്തിറ, ചെങ്കൽ, കോട്ടുകുളം മാങ്ങ, പിന്നെ പ്രിയൂര്. ഏതായാലും മാങ്ങയുടെ കാര്യത്തിൽ ഒറ്റ ഒരാൾക്കേ ജനസമ്മതി ഏറിയിട്ടുള്ളൂ. അത് നാടൻ മാങ്ങയ്ക്ക് തന്നെയാണ്. CDNet ന്യൂസ്, കായംകുളം.